ഇന്ത്യയിൽ വേരുകളുള്ള ഒരു അന്താരാഷ്ട്ര ക്രിമിനൽ സംഘത്തെ അമേരിക്കയിലെ കാലിഫോർണിയയിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോകലിനും പീഡനത്തിനും കുറ്റക്കാരെന്ന് സംശയിക്കുന്ന 8 ഗുണ്ടാ സംഘാംഗങ്ങളെ അറസ്റ്റ് ചെയ്തതായി സാൻ ജോക്കിൻ കൗണ്ടിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്റ്റോക്ടണിലെ ബ്രൂക്ക് സൈഡ് പ്രദേശം, മാൻറ്റെക്ക, അതുപോലെ സ്റ്റാനിസ്ലോസ് കൗണ്ടിയിലെ പ്രദേശങ്ങൾ ഇവയൊക്കെ ഉൾപ്പെടുന്ന നിരവധി നഗരങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള പ്രതികളെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. റെയ്ഡിനിടെ 5 കൈത്തോക്കുകൾ, ഒരു അസോൾട്ട് റൈഫിൾ, 100 കണക്കിന് വെടിയുണ്ടകൾ, അതുപോലെ കണക്കിൽപ്പെടാത്ത ആയിരക്കണക്കിന് ഡോളർ എന്നിവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ദിൽപ്രീത് സിംഗ്, അർഷ്പ്രീത് സിംഗ്, അമൃത്പാൽ സിംഗ്, പവിത്താർ സിംഗ്, ഗുർതാജ് സിംഗ്, അതുപോലെ മൻപ്രീത് റന്ധവ, സർബജിത് സിംഗ്. പവിത്താർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഈ ഗാങ്ങിലെ 8 പേരാണ് പോലീസിന്റെ പിടിയിലായത്. ജൂൺ 19 ഒരാളെ തട്ടിക്കൊണ്ടുപോയി തുണി ഉരിച്ച് തടങ്കലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചതിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് പ്രതികളെ പിന്തുടർന്ന് ജൂലൈ 11 ഈ അറസ്റ്റ് നടന്നത്. എന്നാൽ അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസിയായ FBI തുടർ അന്വേഷണത്തോടെ ഈ കേസിൽ വലിയൊരു വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യ അന്വേഷിക്കുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ ഗാങ്ങായ PMG അഥവാ പവിത്താർ മച്ച്ഹ ഗ്രൂപ്പിലെ ആളുകളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിന്റെ തലവൻ പവിത്താർ സിംഗ് വിവിധ കുറ്റങ്ങളുടെ പേരിൽ ഇന്ത്യൻ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. വർഷങ്ങളായി തട്ടിക്കൊണ്ടുപോകുകയും പണം തട്ടിയെടുക്കുകയും ചെയ്യുന്ന ഈ സംഘം 18 വീലർ ട്രക്കുകൾ വരെ ഇത്തരത്തിൽ ഉടമസ്ഥനെ ഗൺ പോയിന്റിൽ നിർത്തി കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ഗ്യാങ്ങുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളെയും ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞുവെന്ന് FBI ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ അന്വേഷിക്കുന്ന കുറ്റവാളികൾ ആണെങ്കിലും ആദ്യഘട്ടത്തിൽ അമേരിക്കയിലായിരിക്കും ഇവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.